4 വർഷമായി ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണം പൂശിയ പീഠത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. പക്ഷേ ശബരിമല ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർ ഒരാളും അത് അറിഞ്ഞതേയില്ല. എന്തുദ്ദേശത്തോടെയാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരാതിയായി ഇത് പറയുമ്പോഴാണ് ഇക്കാര്യം പുറത്തറിയുന്നത് എന്നത് വിചിത്രമാണ്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ സൂക്ഷിപ്പ് രജിസ്റ്ററും രേഖയും ഇല്ലാത്ത ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണോ എന്ന് കോടതി ചോദിക്കുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇമെയിൽ കണ്ട സംശയത്തിലാണ് കോടതി ഈ സംശയം ഉന്നയിക്കുന്നത്. എവിടെയാണ് ഈ പറയുന്ന പീഠം എന്നുള്ള കാര്യം, ആ നിലവറയിലെ പീഠം എവിടെ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ സംശയങ്ങളും അത് കാണാനില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരവും പരിഹാരവും വേണമെന്ന് RDX കരുതുകയാണ്. രണ്ടാമത് ഈ സ്വർണ്ണപീഠം ഒളിച്ചും പാത്തും വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മിന്നൽ മുരളി സിനിമയിലെ ഗുരു സോമസുന്ദരത്തിൻ്റെ കഥാപാത്രത്തെ പോലെ ഇദ്ദേഹം പെട്ടെന്നൊരു വിളിയാണ്, നാട്ടുകാരെ ഓടി വരൂ സ്വർണ്ണപീഠം കാണുന്നില്ലേ എന്ന് നമുക്ക് വേണമെങ്കിലും സംശയിക്കാം. അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വലിയ പരിപാടി നടത്തുന്നതിന് 3-4 ദിവസം മുമ്പ്. അതൊരു സ്വാഭാവിക പരാതിയായി നമുക്ക് ആർക്കും ഏതായാലും തോന്നുന്നില്ല. എല്ലാം എന്തായാലും കലങ്ങി തെളിയട്ടെ, പീഠം കട്ടതാര് എന്ന് വെളിവാകട്ടെ.